കോട്ടയത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫിനെ വീട്ടിൽ സന്ദർശിച്ചു. തന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരെ മാറ്റി നിർത്തരുതെന്ന് ജോസഫ് ചാഴിക്കാടനോട് ആവശ്യപ്പെട്ടു. ചാഴിക്കാടന് വേണ്ടി കോട്ടയത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങുമെന്നും ജോസഫ് അറിയിച്ചു. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനീഷ്, കേരള കോൺഗ്രസിലെ മഞ്ഞുരുകുന്നോ? ജോസഫ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് വരുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അണിനയത്തിനു വഴങ്ങി എന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, ഇന്നലെ തന്നെ വെടിനിർത്തലിനുള്ള പ്രഖ്യാപനം പി. ജോസഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും വിജയത്തിനായി താൻ അക്ഷീണം പണിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇന്നിപ്പോൾ തോമസ് ചാഴിക്കാടൻ കോട്ടയം മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിച്ചിരിക്കുന്നത്. എന്തായാലും തന്റെ കൂടെയുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ നിന്നും ഒഴിവാക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോട്ടയം പാർലമെന്റ് പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും താൻ പ്രചാരണ രംഗത്തുണ്ടാവും. തന്റെ ഒപ്പമുള്ള ആളുകളും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നു. തോമസ് ചാഴിക്കാടനും മഞ്ഞുരുകിയതായുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം തുടരും എന്നാണ് ഇന്നലെ പി. ജോസഫ് പറഞ്ഞത്. ഇത്തരമൊരു സാഹചര്യത്തിലും യു.ഡി.എഫിന്റെ വിജയത്തിനായി താൻ എല്ലാം മറന്ന് പങ്കെടുക്കും എന്ന വിവരം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നൽകുന്നത്. രഞ്ജിത്ത്, ഒപ്പം ഈ തോമസ് ചാഴിക്കാടന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പ്രചരണ രംഗത്തുണ്ടാകും. തനിക്ക് ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം വിജയമനുസരിച്ചാകും തന്റെ നീക്കം, വിജയമോ പരാജയമോ തന്റെ നീക്കം എന്നൊക്കെ ഇന്നലെ അദ്ദേഹം അടുപ്പമുള്ളവരോട് പറഞ്ഞുവെന്ന് അറിഞ്ഞിരുന്നു. ജോസഫ് പൂർണ്ണമായും വഴങ്ങിയെന്ന് തന്നെ കരുതാമോ? അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ച അടക്കമുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കുമോ? ഇനിയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? തീർച്ചയായും പാർട്ടിയിൽ പൂർണ്ണമായും കീഴ്പ്പെട്ടല്ല ജോസഫിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞത്. അദ്ദേഹം തന്നെ ഇന്നലെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ജോസ് കെ മാണി തന്റെ സീറ്റ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ജോസ് കെ മാണി രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുന്നതിനും തനിക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിയാവുന്നതിനും രണ്ട് മാനദണ്ഡങ്ങളാണ് വെച്ചിരുന്നത് എന്നടക്കമുള്ള പല വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾ അതേപടി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ജോസഫ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ വലിയ തിരക്കിലാണ്. കോൺഗ്രസിലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട വലിയൊരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്റെ പരാതികൾ ഉന്നയിച്ച് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ജോസഫ് എത്തിയിരിക്കുന്നു. എന്നാൽ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഈ കേരള കോൺഗ്രസിനുള്ളിൽ താൻ നേരിടുന്ന അവഗണനയെ കുറിച്ച് അവരോട് പറയും. ഒരുപക്ഷെ കടുത്ത നടപടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.